1 ലക്ഷം കോടി രൂപയുടെ വികസനം കിഫ്ബിയിലൂടെ ധനലഭ്യത ഉറപ്പാക്കി കേരള സർക്കാർ. കിഫ്ബി. നമസ്കാരം. വികസനത്തെക്കുറിച്ച് പറയാൻ മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പദ്ധതികൾ, വകുപ്പിന് കീഴിൽ എന്തൊക്കെ വികസനം, അതിൽ കിഫ്ബി വഹിച്ച പങ്ക്, ഇത് വ്യക്തമാക്കാൻ ഇന്ന് എനിക്കൊപ്പമുള്ളത് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിനാണ്. സ്വാഗതം. നമ്മളിപ്പോൾ വികസനം എന്ന് പറയുമ്പോൾ അതിൽ കിഫ്ബിയെ മാറ്റി നിർത്താൻ കഴിയില്ല. മന്ത്രിയുടെ മണ്ഡലത്തിൽ നടത്തിയ ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് നടപ്പാക്കാൻ കഴിഞ്ഞത്, 5 വർഷത്തെയാണ് ഞാനിപ്പോൾ പറയുന്നത്, കിഫ്ബിയിലൂടെ നടപ്പാക്കാൻ കഴിഞ്ഞ വികസനം. കിഫ്ബിയിലൂടെ കേരളത്തിൽ പൊതുവെ വന്നിട്ടുള്ളൊരു മാറ്റം, അത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസന ചരിത്രത്തിലെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. സംസ്ഥാന ബജറ്റിന് വെളിയിൽ വിവിധ മേഖലകളിൽ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് കുറഞ്ഞ പലിശ നിരക്കിൽ പണമെടുത്ത് സംസ്ഥാനത്തിൻ്റെ പൊതു താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള വലിയ പദ്ധതികൾ നടപ്പിലാക്കാനായിട്ടുള്ള കിഫ്ബിയുടെ സഹായം നമ്മളെ എത്രയോ മുന്നോട്ട് നയിച്ചു എന്നുള്ളതാണ് കാണേണ്ടതായിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ മേഖലയിലൊക്കെ എടുക്കുമ്പോൾ സ്കൂളുകൾ, ഗവൺമെൻറ് സ്കൂളുകൾ, നമ്മുടെ ആതുരാലയങ്ങൾ, ആശുപത്രികൾ, ഈ 2 കാര്യങ്ങളെടുത്ത് പരിശോധിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. ഒരു 10, 30 അല്ലെ 10, 25 വർഷങ്ങൾക്കപ്പുറത്ത് ഓല കെട്ടിയ, ഷീറ്റിട്ട, ഓടുമേഞ്ഞ കെട്ടിടങ്ങൾ സർക്കാർ സ്കൂളുകളായി സർവ്വസാധാരണമായി കാണാൻ കഴിയുമായിരുന്നു. ഞാൻ പഠിച്ചിരുന്ന ഘട്ടത്തിൽ പോലും ഓല കെട്ടിയ ഒരു ഷെഡും സൗകര്യങ്ങളോടും കൂടിയാണ് ഒരു ഗവൺമെൻറ് UP സ്കൂളിൽ ഞാൻ പോയിക്കൊണ്ടിരുന്നത്. കാലത്തിൻ്റെ മാറ്റം ഇനിയും ഇപ്പോൾ നേടിയ നേട്ടം ഒപ്പം എത്തണമെങ്കിൽ ഇനിയും ദീർഘനാൾ മുന്നോട്ട് യാത്ര ചെയ്യേണ്ടി വരുമായിരുന്നു. എന്നാൽ കോടിക്കണക്കിന് രൂപ, 5 കോടി, 3 കോടി, 2 കോടി, 1 കോടി ഇതൊക്കെ ചെലവഴിച്ച് ഗവൺമെൻറ് സ്കൂളുകളെയെല്ലാം, അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്തെ സ്മാർട്ട് ക്ലാസ് റൂമുകൾ, നല്ല ലബോറട്ടറി സൗകര്യങ്ങൾ, ഇതെല്ലാം രൂപപ്പെടുത്താനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് 2, 3, 4 വർഷക്കാലം കൊണ്ട് നടത്തിയ ഭഗീരഥമായൊരു പ്രയത്നമാണ്. അപ്പം അതിനാവശ്യമായിട്ടുള്ള പിൻബലം നൽകാൻ കിഫ്ബിക്ക് സാധിച്ചു എന്നുള്ളത് 10 വർഷങ്ങൾക്ക് ശേഷം അനുഭവിക്കേണ്ടി വരുന്നൊരു നേട്ടം 1-2 വർഷങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കി കൊടുത്തപ്പോൾ 8 വർഷക്കാലത്തോളം അതിന് ഗുണഭോക്താക്കളായി ഈ തലമുറ മാറുക. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അങ്ങനെയാണ് ഈ നേട്ടം കൈവരിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ആ താലൂക്ക് ആശുപത്രി ആണെങ്കിലും മെഡിക്കൽ കോളേജ് ആണെങ്കിലും പ്രൈമറി ഹെൽത്ത് സെൻ്റർ തൊട്ട മാറ്റങ്ങളെല്ലാം കേരളത്തിൽ പൊതുവെ കാണാൻ പറ്റും. ഈ നേട്ടങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണ്. അതിന് ഭരണപ്രതിപക്ഷ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ സർവ്വ മേഖലയിലും ഉണ്ടാകുന്ന ഈ മാറ്റം സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള സർവ്വതലസ്പർശിയായ ഒരു നേട്ടമാണ്. അതിനിടം കൊടുക്കാൻ കഴിയുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ഏജൻസിയാണ് കിഫ്ബി. അത് നമുക്ക് വലിയ തരത്തിൽ ഗുണം ചെയ്യുന്നുണ്ട്. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ ഇറിഗേഷൻ എടുത്തു നോക്കിയാൽ, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഏകദേശം എനിക്ക് തോന്നുന്നു 2000 കോടി രൂപയുടെ മുകളിൽ വിവിധ കാര്യങ്ങൾക്കായിട്ട് പ്രയോജനപ്പെടുത്താനായിട്ട് കഴിഞ്ഞു. ഞങ്ങളുടെ ചെക്ക് ഡാമുകൾ, റെഗുലേറ്റർ കം ബ്രിഡ്ജുകൾ, അങ്ങനെ വാട്ടർ ബോഡികൾ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും സേചനത്തിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാനും ഉതകുന്ന വിധത്തിലുള്ള ധാരാളം പദ്ധതികൾ അതിൻ്റെ ഭാഗമായി ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. വാട്ടർ അതോറിറ്റിയിലേക്ക് വന്നാൽ 5480 കോടി രൂപയോളം വിവിധ പദ്ധതികളിലായി, കുടിവെള്ള പദ്ധതികൾ, പഴയ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുന്ന വിഷയങ്ങൾ, അങ്ങനെ നിരവധിയായിട്ടുള്ള പദ്ധതികൾ കേരളം ഒട്ടാകെ ഏറ്റെടുത്തപ്പോൾ വലിയ സഹായം കിഫ്ബിയിൽ നിന്ന് ലഭിച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.